കൊച്ചിന് വളർച്ചയില്ല, നല്ല ഷുഗർ, ചത്ത് കളയേണ്ട ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അബോർഷൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് നോക്കാം. അമ്മേനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാനും അമ്മയും കൂടി ഉള്ളത് കൊണ്ടിട്ടാണ് ആ കല്യാണ സമയത്ത് അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട്. കുറേ നേരം നമ്മളെ കണ്ട് സംസാരിച്ചെന്ന് വെച്ചാൽ നമ്മൾ പോവാ. ഹേ ഓൾ, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മുടെ സന്തോഷവും സങ്കടമൊക്കെ നിറഞ്ഞ കുഞ്ഞൊരു ലൈഫ് സ്റ്റോറി എല്ലാവരും പോയി കണ്ടിട്ട് പോയോ? ഹായ്. അപ്പോൾ ഞാൻ ഈ റീസെൻ്റായിട്ട് കുറച്ച് ഷോർട്സിൽ പറയുന്നുണ്ടായി നമുക്ക് ഈ അടുത്തൊരു ഫങ്ഷൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ അതെന്താണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മീൻസ് അപ്പോൾ എൻ്റെ വീട്ടുകാർക്കും പിന്നെ കുറച്ച് പേർക്കൊക്കെ അറിയാം, മീൻസ് കസിൻസിനും കുറച്ച് പേർക്കൊക്കെ അറിയാം എന്താ സംഭവം എന്നുള്ള കാര്യമൊക്കെ. മീൻസ് എന്താ ഫങ്ഷൻ, ചെറിയൊരു പരിപാടിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് എന്താ കാര്യമൊന്നും അറിയാവുന്ന കൊണ്ടിട്ട് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ഇത്ര എക്സൈറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ ഒരു സംഭവം എന്നൊക്കെ. പിന്നെ ഇത് ഞാൻ കയ്യിൽ വെച്ചേക്കുന്നത് ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടേക്കോട്ടെ, അല്ലെങ്കിൽ ഭയങ്കര ഫാൻ്റെ സൗണ്ടായിരിക്കും. ഇപ്പം അപ്പുറത്ത് അച്ഛൻ സിനിമ വെച്ചേക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കാം, എങ്കിൽ പോലും മൈക്ക് വെച്ചാലും ഫാൻ്റെ നല്ല സൗണ്ട് ഉണ്ടാവും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാർട്ടൺ പേപ്പർ എടുത്ത് ഇടയ്ക്ക് വീശിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്നോർത്തത്. എങ്ങനെയാണ് എപ്പോഴും വോയിസ് ഓവർ കൊടുക്കാൻ നേരത്ത് ഇരുന്ന് വീശാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന സാധനമാണിത്. പറഞ്ഞു തന്നത് ഇന്ന് ചെറിയൊരു ലൈഫ് സ്റ്റോറി, അല്ലെങ്കിൽ എന്താണ് എനിക്കിത്ര സന്തോഷം എന്ന് പറയാനുള്ളൊരു റീസൺ, അല്ലെങ്കിൽ എന്താണെന്നത്. മീൻസ് അല്ലെങ്കിൽ തന്നെ ഞാൻ നാളത്തെ കാര്യത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ കാണുന്ന നിങ്ങൾക്ക് തോന്നുന്നു അയ്യേ ഇവർക്ക് എന്ത് വട്ടായി എന്നൊക്കെ, പക്ഷേ എങ്കിൽ പോലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് എന്നല്ല, എനിക്ക് അതിന് മേലെ നല്ല സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ പരിപാടി നാളത്തെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയുടെ ഒരു വെല്ലേച്ചൻ്റെ മോളുടെ എൻഗേജ്മെൻ്റാണ് നാളെ. നമ്മുടെ മുളകാട് ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ അതാണ് സംഭവം, മനസ്സിലായി? ഇപ്പം നിങ്ങൾക്ക് തോന്നിക്കണില്ലേ ഇതിനെന്തിനാ ഇവൾ ഇത്ര എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെ. ഓക്കെ, എന്തായാലും അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ എനിക്കിത്ര സന്തോഷം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞു തരാം. ലൈഫ് സ്റ്റോറി എന്ന് പറയുമ്പോൾ വലിയ ഇതുമല്ല, എന്നാൽ നമുക്കത് എന്നെ ബേസ് ചെയ്ത്, എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എന്നെ ബേസ് ചെയ്ത് എനിക്കത് കുറച്ച് വലിയൊരു കാര്യമാണ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഗസ്റ്റ് 30 തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ആഗസ്റ്റ് ആ ഒരു സമയത്ത്, ആഗസ്റ്റ് എന്ന് മാത്രമല്ല ആ ഒരു സമയത്ത് ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ വെല്ലേച്ചനല്ലേ ഇപ്പോൾ എൻഗേജ്മെൻ്റ് നടക്കുന്ന ആ വെല്ലേച്ചൻ്റെ അനിയൻ്റെ മോളുടെ കല്യാണമായിരുന്നു. മീൻസ് അത് നമ്മുടെ വെല്ലേച്ചനാണ്, അപ്പോൾ കസിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ആ സമയത്തൊരു കാര്യത്തിനെ ബേസ് ചെയ്ത് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു റിയാക്റ്റിംഗ് വീഡിയോ പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് എൻ്റെ ചാനലിൽ നിന്ന് അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടിയൊരു വീഡിയോ ആയിരുന്നു, ഒരു ലോങ് വീഡിയോ ആയിരുന്നു അത്, നമ്മൾ വണ്ടി എടുത്തതിന് തുടർന്നിട്ടുള്ളൊരു കാര്യം. പക്ഷെ ഞാനത് എൻ്റെ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. കാര്യം ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ചാനൽ ഇങ്ങനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നോ, അല്ലെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുമെന്നോ വ്യൂസ് കയറുമെന്നോ എന്നുള്ള കാര്യത്തിലൊന്നും. മീൻസ് അത് ഞാൻ പിന്നെ അങ്ങനെ ഇടേണ്ടി വന്നൊരു സാഹചര്യം ആയതുകൊണ്ടാണ് അന്നേരം അങ്ങനെ ഇട്ടത്. പക്ഷെ ഇപ്പം ഞാനതിൽ ഖേദിക്കുന്നു എന്ന് ഞാൻ പറയാം. കാര്യം പിന്നെ ഞാനിങ്ങനെ ചാനൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിട്ട് എനിക്ക് പിന്നെ തോന്നി എൻ്റെ ചാനലിനൊരു അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി വേണ്ട, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടൊരു സൈഡ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് വേണ്ട എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നി. ബൈ ഞാനിപ്പോൾ ചിന്തിച്ച് ഓരോ കാര്യങ്ങളിൽ നിന്ന് മാറുന്നത് കൊണ്ടായിരിക്കാം അത്, എനിക്കറിയില്ല. അപ്പോൾ ഞാനത് കൊണ്ടിട്ട് അത് ഡിലീറ്റാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ചാനൽ ഫ്രീസായി, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഡിലീറ്റാക്കി ഞാൻ. അപ്പോൾ അങ്ങനെ അതിനെ തുടർന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 9 മാസമായി. കല്യാണം കഴിഞ്ഞ ആദ്യ മാസങ്ങളിൽ നമുക്ക് ഒരു 2 വീലർ ഉണ്ടായിരുന്നു. 2 വീലർ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ബൈക്ക്, ഇവിടുത്തെ അച്ഛൻ്റെ ബൈക്കായിരുന്നു. ഉണ്ണി പണ്ട് തൊട്ടേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അച്ഛൻ്റെ ബൈക്കാണ്. അപ്പോൾ മീൻസ് ബൈക്കെന്ന് പറഞ്ഞാൽ അതെപ്പോഴും നമുക്ക് പണി തരും. ഭയങ്കരമായിട്ട് ഇങ്ങനെ പേപ്പറും ഇല്ല, കാര്യങ്ങളും ഇല്ല, ഒന്നും ഇല്ലായിരുന്നു അതിന്. പിന്നെ എപ്പോഴും എൻജിൻ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പൈസ പോയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ
നശിഞ്ഞപ്പോൾ പിന്നെ നമ്മളത് ശരിയാക്കാനും കാര്യങ്ങൾക്കൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ശ്വാസം മുട്ടണം. നമ്മൾ റിലേഷനിലായിരുന്നപ്പോൾ പോലും ഉണ്ണി ആ വണ്ടിയാണ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം 2 മാസം എന്തോ നമുക്ക് ആ വണ്ടി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ നമ്മൾക്ക് ആ വണ്ടി യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഓരോ കാര്യങ്ങൾക്കും ഇങ്ങനെ ആരെങ്കിലും ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിലായോ? കമ്പനിക്കാരെ ആണെങ്കിലും വീട്ടുകാരെ ആണെങ്കിലും. പിന്നെ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും, കുറച്ച് നാളെന്ന് പറഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്നത് ഉണ്ണിയുടെ വർക്കിൻ്റെ വണ്ടിയായ പെട്ടി ഓട്ടോറിക്ഷ. ഞാനപ്പോൾ അതാണ് ഞാൻ പെട്ടി ഓട്ടോയിൽ നിന്നും നമ്മുടെ വോൾസ്വാഗനിലേക്ക് ഉള്ളൊരു യാത്ര, ഒരു ജേണിയാണ് ഞാനൊരു ലൈഫ് സ്റ്റോറി പോലെ പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. സോ നമ്മൾ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിച്ചിരുന്നത് ആ ഒരു പെട്ടി ഓട്ടോറിക്ഷയാണ്. നമുക്ക് അതിനോട് അത്രയും കടപ്പാടുണ്ട് കേട്ടോ. അത് ഒരു വണ്ടിയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാര്യം എന്ത് കാര്യത്തിനായാലും, കാര്യം ഇപ്പം ഞാൻ ചേട്ടയുടെ കൂടെ കച്ചവടത്തിനൊക്കെ പോകുമായിരുന്നെങ്കിലും എനിക്ക് ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്കൊക്കെ. വണ്ടിക്ക് പോണേനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോണേനോ തന്നെയായിരുന്നു. നമ്മൾ മിക്ക കാര്യത്തിനും ഇപ്പോൾ ബ്രോഡ്വേയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ബ്രോഡ്വേ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ. പിന്നെന്താ, എനിക്ക് ബ്രൈഡൽ വർക്ക് ഉണ്ടാകുന്ന സമയത്ത്, മീൻസ് കൺസീവ് ആവണതിന് മുമ്പേയൊക്കെ ഞാൻ വർക്ക് എടുക്കുമായിരുന്നു. അപ്പോൾ ആ വർക്കുകൾക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ഇവനെയും കൊണ്ടാണ് വെളുപ്പിനെയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വണ്ടിയല്ല. സോ അതിൻ്റേതായ കുഴപ്പങ്ങൾ ആ വണ്ടിക്കുണ്ട്. മീൻസ് ഭയങ്കര കട്ടർ ചാടുമ്പോഴാണെങ്കിലും ഭയങ്കര കുലുക്കും അതും ഇതും ഒക്കെ ആയിട്ട് സൈഡ് മിററിൻ്റെയും പിന്നെ ഡോറിനും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണത്. മീൻസ് ഭയങ്കര അത്യാവശ്യം കാലപ്പഴക്കം ഉള്ളതുമാണ്. പുതിയ വണ്ടിയല്ലല്ലോ, അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ബ്രൈഡൽ വർക്ക് ഉണ്ടാകുന്ന സമയത്ത് ആ വർക്കിനൊക്കെ പോകുമ്പോഴാണെങ്കിൽ പോലും വെളുപ്പിനെ നമ്മൾ ആ വണ്ടിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഷോപ്പിങ്ങിനോ എന്തിനും പോയാലും നമ്മൾ പിന്നെ ആ വണ്ടിയായിരുന്നു എടുക്കുന്നത്. കാര്യം ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന്, അതിപ്പോൾ സ്വന്തം വീട്ടുകാരായാലും അതെ, കൂട്ടുകാരായാലും അതെ, നാട്ടുകാരായാലും അതെ, നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വണ്ടി വാങ്ങിക്കഴിഞ്ഞിട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചിലവർ സിറ്റുവേഷൻ മനസ്സിലാക്കി. ഇപ്പം നമുക്കൊക്കെ നമ്മളോട് ഒരാൾ വണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം അവരോട് നമ്മൾ മുഷിപ്പിച്ചൊന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി പോലെ പറയുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷേ ബാക്കിയുള്ളവരങ്ങനെ നോക്കണമെന്നില്ല. അല്ല, ഞാൻ എല്ലാവരും കുറ്റം പറയുന്നല്ല, ഞാൻ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ഇതായപ്പോഴേക്കും നമുക്ക് മടുപ്പായി തുടങ്ങി. കാര്യം ഉണ്ണി എന്ന് പറയുന്ന ഒരു പേഴ്സൺ, അയാൾക്ക് വണ്ടി എടുക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആ സമയത്ത് ഒരു വണ്ടി വേണം അല്ലെങ്കിൽ അതെടുക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ല, പിന്നത്തേക്ക് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ. മീൻസ് 10-25 വയസ്സുള്ളെങ്കിൽ പോലും പിന്നത്തേക്കുള്ളൊരു സ്റ്റെപ്പ് മുന്നേ അയാൾ ചിന്തിക്കും. അതുകൊണ്ടിട്ട് ഇങ്ങനെ സേവിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മുടെ അമ്മയൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഉണ്ണിക്ക്. കാര്യം എന്തെങ്കിലും ഇപ്പം ഇങ്ങനെയൊക്കെ ചിലവാക്കിക്കേണ്ട എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എടുക്കാൻ പൈസ ഉണ്ടാവില്ലല്ലോ. അതിന് നമ്മൾ വേറെ ആരെങ്കിലും കാല് പിടിക്കാൻ വേണ്ടി വരും. ഇപ്പോൾ വണ്ടി അത്യാവശ്യം ആണെങ്കിൽ പോലും അങ്ങനെ ചിന്തിച്ചിരിക്കുന്നതുകൊണ്ട് ഉണ്ണി അത് എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കതിൽ പരിഭവ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഈ കല്യാണത്തിൻ്റെ സമയമായപ്പോഴേക്കും, കസിൻ്റെ കല്യാണത്തിൻ്റെ സമയമായപ്പോഴേക്കും നമ്മൾ മീൻസ് ഫസ്റ്റ് കസിൻസ് ആണെന്ന് തോന്നട്ടെ, ഫസ്റ്റ് കസിൻസ് ആണെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പോയി വരുമായിരുന്നു. പിന്നെ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെയും കൊണ്ട് ഞാൻ അവരുടെ ഡാൻസ് പ്രാക്ടീസിനൊക്കെ ഉള്ളതുകൊണ്ട് പ്രാക്ടീസിനൊരു 2-3 തവണ എങ്ങാണ്ട് പോവേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് മീൻസ് ആദ്യമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ പാട്ടൊക്കെ വെച്ച്, സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ ഉണ്ണിക്കൊരു മടുപ്പ്, ഉണ്ണിക്കെന്നല്ല, ഇപ്പോൾ കല്യാണത്തിന് അങ്ങോട്ട് പോകുന്നവരെയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. കല്യാണം ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിക്ക് ഭയങ്കര ആ ഒരു കല്യാണ ദിവസത്തെ ഇത് ഞാൻ പറയാം. നമ്മൾ 3 പേരും കൂടിയാണ് പോയത് ഇവിടെ നിന്ന് കല്യാണത്തിന്. അമ്മ, ഞാൻ, ചേട്ടാ, അങ്ങനെ 3 പേരും കൂടിയാണ് പോയത്. നമ്മൾ 3 പേരും കൂടെ പെട്ടി ഓട്ടോയിലാണ് മുളകുകാട് നമ്മുടെ സ്വന്തം കസിൻ്റെ കല്യാണത്തിന് നമ്മൾ പോയേക്കുന്നത്. അതും ഞാൻ പറഞ്ഞല്ലോ, പുതിയൊരു വണ്ടിയെ, എല്ലാ വണ്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ
ഞാൻ നോക്കട്ടെ, ഉണ്ടാവുമെങ്കിൽ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വണ്ടിയേ അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പറയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. പക്ഷേ ഞാനത് അങ്ങനെ ഇമോഷണലി അല്ലെങ്കിൽ ദാരിദ്ര്യം പറയണം അങ്ങനെ പറയുന്നൊന്നുമല്ല. എങ്കിൽ പോലും എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളൊരു ഇതിലാണ് ഞാൻ, മീൻസ് എൻ്റെ സന്തോഷമാണത്, മനസ്സിലായോ? അപ്പോൾ അത് കൊണ്ടിട്ടാണ് ഇങ്ങനെ എന്താ. അപ്പോൾ നമ്മൾ 3 പേരും കൂടിയാണ് അങ്ങനെ പോയത്. നമ്മൾ ഞാനും അമ്മ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഉണ്ണി നടക്കിരുന്ന് വണ്ടി ഓടിച്ചു. പക്ഷേ ഉണ്ണിക്ക് പെട്ടിയോട്ടേക്ക് പോകണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഇപ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാനിട്ടല്ല, പക്ഷേ ഞാൻ ചേട്ടനെ അപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ, എനിക്ക് കുഴപ്പമില്ലല്ലോ, പിന്നെ തനിക്ക് കുഴപ്പമില്ല, തനിക്ക് എന്താ കുഴപ്പം എന്നുള്ള സീനൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ലല്ലോ, പിന്നെയും ഉണ്ണി എങ്ങനെ പോകും എന്നുള്ള സീൻ വന്നിട്ട് നമ്മളത് തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണേലും ഇരിക്കുമ്പോഴാണേലും ഒക്കെ അന്ന് പോയ വഴി ഞാനത് ഒരു ഇതിൽ പറയണതല്ല, ഭയങ്കര കുലുക്കവും കാര്യങ്ങളും. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ആലോചിക്കാൻ ബസ്സിന് പോയിക്കൂടെ അങ്ങനെയൊക്കെ, പക്ഷേ ഉള്ളിലോട്ട് ഒരുപാടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് പോയിട്ട് തിരിച്ചു വരണം, പിന്നെ റിസപ്ഷനും കാര്യങ്ങളും, അങ്ങനെ കുറേ റീസൺസ് ഉണ്ട് നമ്മൾ ബസ്സിന് പോവാതിരുന്നതിൻ്റെ. മഴ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും നമ്മൾ അങ്ങോട്ട് വെട്ടിയോട്ടേക്ക് പോയ സമയത്താണേലും തലയൊക്കെ മീൻസ് കട്ടറിലൊക്കെ ചാടി തലയൊക്കെ ഇടിക്കണം. മര്യാദക്ക് വണ്ടീൻ്റെ ബ്രേക്കും കാര്യങ്ങളും മര്യാദക്കില്ല. പിന്നെ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാനും അമ്മ അപ്പുറത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടൊരു സൈഡിൽ നിന്ന് പകുതി ഫുള്ള് നനഞ്ഞിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആ ജനലിൻ്റെയൊക്കെ പഴയ വണ്ടിയാണല്ലോ, അപ്പോൾ ജനലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ലപോലെ വെള്ളം വീഴുമായിരുന്നു ഭയങ്കരമായിട്ട്. എന്ത് വെച്ചാണെന്നറിയോ, നമ്മുടെ ഈ തുണിക്കടയിൽ നിന്നൊക്കെ മീൻസ് ഡ്രസ്സൊക്കെ വാങ്ങുമ്പോഴേക്കും നമുക്ക് സഞ്ചി പോലത്തെ കിട്ടത്തില്ലേ, അതേപോലത്തെ മെറ്റീരിയലിൻ്റെ കവറൊക്കെ കിട്ടത്തില്ലേ, അങ്ങനെ ആ കവർ കൊണ്ട്, പിന്നെ അംബോയ്സിയുടെ കിറ്റൊക്കെ ഇല്ലേ, ആ കിറ്റൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ ഈ സംഭവം മൂടിയൊക്കെ വെച്ചിരുന്നത്. മീൻസ് ആ ജനലിൽ നിന്ന് വെള്ളം വീഴുന്നതുകൊണ്ട് നമ്മൾ ചാറ്റൽ മഴ ആകുമ്പോൾ ഒന്നുകൂടെ വീഴുമല്ലോ, നമ്മൾ അവിടേക്ക് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നത്, പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്, തല അടിച്ചുകൊള്ളുന്നു. അങ്ങനെ നമുക്ക് മര്യാദയ്ക്ക് ഇരിക്കാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അമ്മയും കൂടി ആയപ്പോൾ കുറച്ചുകൂടി സങ്കടം. കാര്യം അമ്മ ഇതുവരെ നമ്മുടെ കൂടെ ആദ്യമായിട്ടാണ് അമ്മ പെട്ടിയോട്ടയിൽ കയറുന്നതും. ഞാൻ ചേട്ടനോടെ കച്ചവടത്തിന് പോയിട്ടാണെങ്കിലും എനിക്കിരുന്നൊക്കെ ശീലമുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റുമല്ലോ, പിന്നെ എന്താണെന്നുള്ള സീനൊക്കെ ഞാനും കൂടി പറഞ്ഞ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വെച്ചത്. പക്ഷേ അവിടെ ചെന്ന് എത്താറായപ്പോഴേക്കും നമുക്കാണെങ്കിൽ മഴയാണ്. നമ്മൾ കുട എടുത്തില്ല, നമ്മളത് മറന്നുപോയി. മഴ മീൻസ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തത്. നമ്മൾ കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങോട്ട് കുറച്ച് അടുപ്പിച്ചാലല്ലേ, അല്ലെങ്കിൽ ആ ഓഡിറ്റോറിയത്തിന് അങ്ങോട്ട് കയറ്റിയാലല്ലേ നമുക്ക് മഴ കൊള്ളാണ്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ ഉണ്ണിക്ക് ആ സമയത്ത് ഉണ്ടായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര, എങ്ങനെ അമ്മ അങ്ങോട്ട് ഈ വണ്ടിയൊക്കെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനത്തെ ഒരു സാധനം എന്നുള്ളൊരു മീൻസ് ഇപ്പം ഞാൻ പറയുമ്പോൾ കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഫീലായിട്ടുണ്ട്. കാര്യം അത്രത്തോളം ബാക്കി എല്ലാ കാര്യത്തിനും മീൻസ് എല്ലാം ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം അയാളുടെ കാര്യങ്ങൾക്കൊക്കെ. അപ്പം മനസ്സിലായോ, ഒന്നിനും ഒരു മടിയില്ല, ഇന്ന പണിക്ക് പോകാനൊരു മടിയില്ല, എന്ത് പണി കിട്ടിയാലും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, ജീവിക്കണം, നന്നായിട്ട് ജീവിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ളൊരു പുള്ളിക്കാരനാണ്. അപ്പോൾ വേറെ ഒന്നിനും ഒരു കുറവില്ല, ഇങ്ങനെ ഒരു കാര്യത്തിന് മാത്രം ഒരു കുറവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഞാൻ അത്രയൊക്കെ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും ആ ഒരു സമയത്ത് ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഫീലായെന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ എന്താ പറയണ്ടേ, പിന്നെ നമ്മൾ അവിടെ നിന്ന് മഴ മാറണ വരെയും കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി. പക്ഷേ മഴ മാറിയില്ല. അങ്ങനെ നമ്മൾ റോഡിൻ്റെ അറ്റത്ത് കൊണ്ടുപോയി വണ്ടി വേറെ ആരും കാണാത്ത രീതിയിൽ പാർക്ക് ചെയ്തിട്ട് ഉണ്ണിയുടെ ഒരു കസിൻ്റെ അനിയനെ വിളിച്ചു വരുത്തി, കുടയായിട്ട് വിളിച്ചു വരുത്തിയിട്ടാണ് അവൻ വഴിയാണ് ഓരോ കുടയിൽ കയറിയും അല്ലാണ്ടൊക്കെ ആൾക്കാർ നമ്മൾ വണ്ടിയിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും നമ്മുടെ റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സും കാര്യം മുളക് കാണാനുള്ളൂ. അപ്പോൾ നമ്മൾ കസിൻ്റെ വീട്ടിൽ നിന്നിട്ട് അവിടെ നിന്ന് റെഡിയായി തന്നെ പോവാം എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ. പിന്നെ നമ്മൾ തലേ ദിവസം ഈ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോഴാണേലും നമ്മൾ അത്രയും നേരം നമ്മളെ കണ്ട് സംസാരിച്ചെന്ന് വെച്ചാൽ നമ്മൾ പോവാൻ നേരത്ത് നമ്മൾ വെട്ടിയോട്ടയിൽ പോകണ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ടൊക്കെ ഇങ്ങനെ
ഭയങ്കരമായിട്ടൊക്കെ നോക്കുന്ന ഒരുമാതിരി നമുക്കത് കാണുമ്പോൾ മനസ്സിലല്ല അയ്യേ ഇവരിപ്പോൾ ഇത്രയും ഇവരിങ്ങനെ നടന്നിട്ട് ഇവരിപ്പോൾ പോണ വണ്ടി നോക്കി. കാര്യം നമ്മുടെ വെട്ടിയോട്ടയിൽ ഉണ്ണിയുടെ ഫ്രീസറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമുക്കത് എടുത്ത് മാറ്റാനോ ഒന്നിനും പറ്റത്തില്ല. കാര്യം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ എടുത്ത് വെക്കൽ ടാസ്ക്കാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യം. അപ്പോൾ എനിക്ക് അന്ന് ആ ഒരു സമയത്ത് അത് ശരിക്കും ഹേർട്ടായിട്ടുണ്ടായിരുന്നു. ഹേർട്ടെന്നല്ല, ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഉണ്ണി അങ്ങനെ പറയണ കേട്ടപ്പോൾ. കാര്യം വേറെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായി ഞാൻ കണ്ടിട്ടില്ല. കാര്യം അയാളുടെ കാര്യമെല്ലാം നല്ല പക്കയായിട്ട് നല്ല ക്ലിയർ ആയിട്ട് ചെയ്യുന്ന ഒരു പേഴ്സണാണ് അയാൾ. അത് ഏത് രീതിയിൽ എന്ത് പണിയെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇതുവരെ ഒരു ബുദ്ധിമുട്ടും കാണിച്ചിട്ടില്ല. അപ്പം അതാണ് കാര്യം. അപ്പം അന്ന് തന്നെ ഞാൻ മീൻസ് എനിക്ക് അത്രയും സങ്കടമായതുകൊണ്ട് ഞാൻ ഉണ്ണിയുടെ അനിയനെ വിളിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ, എനിക്ക് വണ്ടിയുടെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, ഇങ്ങനെ സ്പ്ലെൻഡറിനൊക്കെ 80 എത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആലോചിച്ചു ഉണ്ണിക്കൊരു ബൈക്ക് എടുത്ത് കൊടുത്താലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ണിയുടെ അനിയനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ബൈക്ക് എടുത്ത് കൊടുക്കാം, എനിക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവാ നീ എന്നൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം എൻ്റെ ഒരു വേറെ പൈസയും കാര്യങ്ങളൊന്നുമില്ല, ഗോൾഡ് ഉള്ളത് ഇന്ന് പണയം വെച്ചിട്ട് എടുക്കാം എന്നുള്ളൊരു മട്ടിലായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞ് നമ്മൾ പോന്ന് പിന്നെ ബാക്കിയുള്ള പരിപാടിക്കും കാര്യങ്ങൾക്കുമൊക്കെ നമുക്ക് പിന്നെ ഒരു കസിൻ്റെ കൊച്ചിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, 100 കെട്ടോ 28 കെട്ടോ അങ്ങനത്തെ സംഭവമൊക്കെ. അപ്പോൾ അപ്പോഴാണിത് നമ്മുടെ കയ്യിൽ വണ്ടിയില്ല, നമ്മൾ ബസ് കയറിയൊക്കെയാണ് പോയത്. പക്ഷേ ആ സമയത്ത് നമ്മൾ ബസ് കയറി പോയപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ കൺസീവ് ആയിരിക്കുമായിരുന്നു. മീൻസ് ഈ കല്യാണം കഴിഞ്ഞ് കുറച്ച് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കൺസീവ് ആണെന്നറിഞ്ഞ് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ പോവാതിരിക്കാനും പറ്റില്ല. നമുക്ക് അത്ര അടുത്ത ആൾക്കാരുടെ പരിപാടിയല്ലേ, നമുക്ക് പോവാതിരിക്കാനും പറ്റില്ല. എനിക്ക് പിന്നെ അതിന് മുമ്പൊക്കെ 2 ആഴ്ച ബെഡ് റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം കൊച്ചിന് വളർച്ചയില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ടിട്ട് നമുക്ക് ബസ്സിൽ പോകാൻ പാടില്ല. ഒരു വണ്ടി ചോദിച്ചിട്ടാണെങ്കിൽ ആരുടെയും കയ്യിലില്ല. ഞാൻ ഓപ്പണായിട്ട് പറയുവാണ്, നമ്മളിപ്പോൾ ഒരു വണ്ടി ചോദിച്ചിട്ട് 2 വീലർ എടുക്കാനോ അല്ലെങ്കിൽ ആരുടെയും കയ്യിലില്ല. കമ്പനിക്കാരിപ്പോൾ തന്നവരാണെങ്കിൽ അവരിപ്പോൾ സ്ഥലത്തും ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കൊണ്ടിട്ട് പിന്നെ നമ്മൾ കുറേ നേരം ഇവിടെ പോണോ വേണ്ടേ എന്നൊക്കെ ചിന്തിച്ചിരുന്നിട്ട് അവിടെ നമ്മൾ ശരിക്കും വൈകിയാണ് അവിടെ എത്തിയതും. പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തിയതും. ഇവിടെ നിന്ന് നമ്മൾ പോയി, ബസ്സിന് പോയി, പിന്നെ അവിടെ ചെന്ന് ഇറങ്ങി. പിന്നെ അവിടെ പനമ്പള്ളി നഗറിലെവിടെയായിരുന്നു പരിപാടിയാണെന്ന് വെച്ചാൽ. പിന്നെ അവിടെ നോട്ടം കയറി ചെന്ന്. കാര്യം എനിക്കാണെങ്കിൽ ബസ്സിലൊക്കെ കയറി ഇറങ്ങിയിട്ടൊന്നും പറ്റണുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ എന്നോട് ബെഡ് റെസ്റ്റൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് പിന്നെ ഞാൻ ഓർത്തു നമുക്ക് ബെഡ് റെസ്റ്റൊക്കെ പറഞ്ഞേക്കുവാണ്. പിന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് പിന്നെ നമ്മൾ 2 വീലർ എടുത്താൽ ശരിയാവുമോ, നമുക്ക് ഇനിയൊരു 2 വീലറിനേക്കാളും ആവശ്യം വരുന്നത് നമുക്ക് ഇത് തന്നെയാണ്, ഒരു കാറ് തന്നെയാണ് നമുക്ക് ഒരു ബൈക്കിനേക്കാളും ആവശ്യം വരുന്നതെന്ന് അന്നത്തെ എൻ്റെ മൈൻഡിൽ എനിക്കത് മനസ്സിലായ കാര്യമാണ്. കാര്യം ഒരു ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിൽ ഊബർ വിളിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനും ചേച്ചി ഇവിടെ കൺസീവ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു കാർ എന്തായാലും അത്യാവശ്യമാണ്. പിന്നെ എനിക്ക് ബെഡ് റെസ്റ്റും കൂടി പറഞ്ഞേക്കണോണ്ടിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കൊച്ചിന് വളർച്ചയില്ലാന്ന് കേട്ടതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 3 മാസം ആവുമ്പോഴേക്കുമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അബോർഷൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് നോക്കാം, 3-ാം മാസം വരെ നമുക്ക് എന്തായാലും നോക്കാം. ഓരോ തവണ ചെല്ലുന്തോറും മരുന്നും തന്ന് ഇത്രയും ബെഡ് റെസ്റ്റ് ഇങ്ങനെ തന്നെ ചെയ്യണം, ഫുഡ് ഇങ്ങനെ കഴിക്കണം, കാര്യം വളർച്ച ഉണ്ടാവുമോ നോക്കട്ടെ, അങ്ങനെ നോക്കിയിട്ട് അവർ പറയാം. മീൻസ് ഒന്നും ഷുവറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പറയാം എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3-ാം മാസം വരെയും ടെൻഷനും കാര്യങ്ങളും ആയിരുന്നു കൂടുതലും. പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ പ്രഗ്നൻസി ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എനിക്ക് തോന്നുന്നു 4 to 6 months, ഇപ്പോൾ 6-ാം മാസമാണ്. അപ്പം ആ ഒരു സമയം തൊട്ട് ഇപ്പോൾ വരെയാണ് ഞാൻ ഇച്ചിരി ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ സമാധാനത്തോടെ സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയം. എൻ്റെ പ്രഗ്നൻസി ജേണിയിൽ ആദ്യത്തെ ടൈമൊക്കെ ഉണ്ടല്ലോ നല്ല ശോകമായിരുന്നു. എനിക്ക് കരയാനും ഒരുമാതിരി ചത്ത് കളയേണ്ട ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെ ആയതുകൊണ്ട് എന്നോട് പറയാനുണ്ട് ഡോക്ടേഴ്സും എല്ലാവരും പറയാനുണ്ട് മെൻ്റലി ഡൗൺ ആവരുത്, അത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കുന്നു. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ കുറേയൊക്കെ ചിന്തിച്ചു, ഞാൻ കരയരുത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇതാവരുത്, ഞാൻ ഇങ്ങനെ ഇതാക്കരുത്, കൊച്ചിനെയും കൂടി ബാധിക്കും എന്നൊക്കെ. എന്നിട്ട് എനിക്ക് ആദ്യമൊക്കെ ടെൻഷനായിരുന്നു, ഇനി കൊച്ചിന് വളർച്ചയില്ലാത്ത ഇങ്ങനത്തെ ഓരോ ഇത് കൊണ്ടിട്ടാണ്.
അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ലൈഫിൽ നടന്നിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു ഉണ്ണിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഡിസംബറിൽ. പിന്നെ ഞാൻ അങ്ങോട്ട് രണ്ടും കൽപ്പിച്ച് ഓർത്തു കാർ എടുത്ത് കൊടുക്കാം എന്ന്. അങ്ങനെ കുറേ മീൻസ് ഇപ്പം ഞാൻ ഇതിൽ പറയണ പോലെയൊന്നും അല്ലായിരുന്നു ആ സമയത്തുള്ള പ്രശ്നങ്ങൾ. ഇപ്പം ഞാൻ ചിരിച്ച് വെച്ചൊക്കെ പറയുന്നു, പക്ഷെ ആ സമയത്തെന്ന് പറഞ്ഞാൽ കരയാനേ നേരം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഇതുവരെയിട്ടും ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും അറിയാത്ത ചേട്ടാ ഇപ്പോൾ എന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്നെയും കൊണ്ട് പോകണമല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെൻ്റലി ഒരു ഇത് വരുന്നൊരു ഫീല് കണ്ടപ്പോഴേക്കും എനിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ഞാനോർത്തു കാറെടുക്കാം, ബൈക്ക് വേണ്ട കാറെടുക്കാം എന്നുള്ളൊരിത്. കാര്യം അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ ഒരു സ്പ്ലെൻഡർ എടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എൻ്റെ അച്ഛൻ വണ്ടി തന്നുവിടും എപ്പോഴും. അതിപ്പോൾ ഏത് പാതിരാത്രിയാണെങ്കിലും തന്നുവിടും, ഒരു കുഴപ്പമില്ല. അച്ഛ പണിക്ക് പോകണമെങ്കിൽ അത് നടന്നു നോക്കണം, ബസ്സിന് നോക്കണം, അങ്ങനെയുള്ള സീനൊക്കെയാണ്. ഒരു കുഴപ്പമില്ല, എപ്പോൾ വേണേലും എന്ത് വേണേലും തന്നുവിടും, വിളിച്ചു പറഞ്ഞാൽ മതി ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പം. അങ്ങനെ നമുക്കതൊരു ആശ്വാസമായിരുന്നു ശരിക്കും. പിന്നെ നമുക്ക് ഓരോ പരിപാടി വന്നപ്പോഴൊക്കെ നമ്മൾ ആ ബൈക്കിനാണ് പോയേക്കണത്. അല്ലാണ്ട് നമ്മളിപ്പോൾ നമുക്ക് സിനിമക്ക് പോകണമെന്ന് തോന്നിയപ്പോഴേക്കും അങ്ങനെ ബൈക്കിന് പോയി. അങ്ങനെ കാര്യം ആ സമയത്തൊക്കെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കതൊരു ആശ്വാസമായിരുന്നു, ശരിക്കും ഒരു ആശ്വാസമായിരുന്നു അത്. പിന്നെ ഞാൻ ഓർത്തത് ഇനി ഞങ്ങൾ ഇപ്പോൾ ചെറിയ കാര്യമായിരിക്കും എങ്കിൽ പോലും ഞാൻ ഇപ്പോൾ എല്ലാം കൂടി ഓപ്പണായിട്ടൊന്നും പറയുന്നൊന്നുമില്ല, ചെറുതായിട്ട് പറയുവാണെങ്കിൽ പോലും ഇനി കൊച്ചിന് ഇനി ഇയാൾ പുറത്തേക്ക് വന്നിട്ട് അതിനെയും കൊണ്ട് എവിടെയെങ്കിലും പോകാനോ അല്ലെങ്കിൽ അവന് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഇതേപോലെ ഒന്നും കേൾക്കേണ്ടി വരരുത്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഒരു മഴയോ വെയിലോ കൊണ്ട് അങ്ങനെ പോവേണ്ടി വരരുത് എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ കാറെടുത്തത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര അത്യാവശ്യമായിരുന്നത്. പിന്നെ എടുത്തപ്പോൾ ഒരു നല്ല വണ്ടി അല്ലെങ്കിൽ അങ്ങനെ എടുത്തന്നേ ഉള്ളൂ. കാര്യം എനിക്ക് കാറിനെ പറ്റിയൊന്നും വലിയ അറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഓൾറെഡി വോൾസ്വാഗൻ ഇഷ്ടമാണ്, ഉണ്ണിക്കും ഇഷ്ടമാണ് ആ വണ്ടി. അപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേട്ടയും പിന്നെ ഇപ്പോൾ പ്രഗ്നൻസി പീരീഡൊക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പൈസ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളൊരു തോട്ടുള്ളത് കൊണ്ടിട്ട് ചേട്ടയും പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നായിരുന്നു ഓൾറെഡി ആദ്യമേ കാറിൻ്റെ ഇത് നോക്കിക്കൊണ്ടിരുന്നത് വെച്ചാൽ. പക്ഷേ പിന്നെ അത് എടുത്തില്ല എന്ന് കണ്ടപ്പോഴേക്കും പിന്നെ ഞാൻ എടുത്തു കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെ. സത്യം പറഞ്ഞാൽ ഉണ്ണിക്ക് ഞാൻ അത്യാവശ്യം കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലിപ്പോൾ. അപ്പോൾ അതാണ് കാര്യം. അങ്ങനെയാണ് നമ്മൾ കാറെടുത്തത്. ഇപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ചെറിയ കാര്യമായിട്ട് ഞാൻ ഇങ്ങനെയൊന്നും പറയണമെന്നേ വിചാരിച്ചല്ലേ, ഇങ്ങനെ കുറേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയണം, അതാണ് ഇതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞു വന്നപ്പോഴേക്കും ഇപ്പോൾ ഒന്നുമില്ല, എന്തോ ഇല്ല, ഞാനിങ്ങനെ ബ്ലാൻഡായിട്ട് ഇങ്ങനെ മറന്നു പോയ പോലെ ഒരു ഫീല്. അപ്പോൾ അതാണ് കാര്യം. അങ്ങനെയാണ് നമ്മൾ ആ കാറെടുക്കുന്നതും അത് കൊടുക്കുന്നതൊക്കെ. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ പെട്രോളിന് അത്യാവശ്യം പൈസ പോകുന്നുണ്ട്. കാര്യം 16 എത്രയേ ഉള്ളൂ, 16 ഉള്ളൂ. നമ്മുടെ 16 താഴെയാണോ 16 നമ്മുടെ വണ്ടിയുടെ മൈലേജ്. അപ്പോൾ പെട്രോൾ കാശ് നല്ലപോലെ പോകുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് പിന്നെ എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, ഇപ്പം അങ്ങനത്തെ ഒരു വണ്ടി എടുത്താൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ. ഇപ്പം എന്ത് വണ്ടി എടുക്കുവാണേലും ഇപ്പോൾ പ്രീമിയം കാറ് ആണെങ്കിലും എൻ്റെ കെട്ടിയവന് അത് മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അത് കൊണ്ട് കിടക്കാനുള്ള ഇത് ഉണ്ടെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വണ്ടി എടുത്തത്. മനസ്സിലായോ? ഇപ്പം എൻ്റെ കെട്ടിയവനത് ഇഷ്ടവുമാണ്. ആദ്യമൊക്കെ കുറേയൊക്കെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഇത്രയും പൈസ എന്നും പറഞ്ഞ് മൈലേജും ഇല്ല എന്നുള്ള സീനൊക്കെ. പിന്നെ നമുക്കിപ്പോൾ എല്ലാ ആവശ്യവും നമുക്കിപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ശരിക്കും ഒരു മാറ്റം അറിയാൻ പറ്റുന്നുണ്ട്. സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും നമുക്കിപ്പോൾ ഒന്നും ആരോടും ഒന്നും ചോദിക്കണ്ട, ആരോടും ഒന്നും പറയണ്ട. നമുക്കിപ്പോൾ എവിടെയാണോ പോകാനുള്ളത് അവിടെ പോവുക, അല്ലെങ്കിൽ അത്രയും കാര്യം. ഇപ്പം എൻ്റെ സന്തോഷം അതാണ്. നാളെ നമ്മൾ പരിപാടിക്ക് പോകുമ്പോൾ എനിക്കോ അമ്മക്കോ ചേട്ടക്കോ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് 3 പേർക്കും കൂടെ നല്ല അന്തസ്സായിട്ട് നല്ലപോലെ കാറ്റും മഴയും ഒന്നും കൊള്ളാണ്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് നല്ലപോലെ പരിപാടിക്ക് പോയി തിരിച്ചു വരാം. മനസ്സിലായോ? അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. കാര്യം അത്രയും ഇതായിട്ട് നമ്മൾ പരിപാടിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ റെഡിയായി വലിയ കാര്യത്തിൽ. കാര്യം ഞങ്ങളുടെ കല്യാണം കേട്ടുള്ള ആദ്യത്തെ ഒരു കല്യാണമാണ്. വലിയ കാര്യത്തിലൊക്കെ പോയിട്ട് ഡ്രസ്സൊക്കെ നനഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മളവിടെ ചെന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോൾ അത് വെച്ച്
അത് വെച്ച് ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഇത് ഒരുമാതിരി മനസ്സിലായോ, ഒരു പ്രൗഡ് ഫീലാണ്. പ്രൗഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യമായിട്ടും അങ്ങനത്തെ ഒരു ഫീലാണ്. കാര്യം അങ്ങനെയാണ്. നമുക്കിനി ആരെയും ആശ്രയിക്കണ്ട, ഒന്നിനും ആശ്രയിക്കണ്ട. ഇപ്പോൾ നമുക്ക് അമ്മേനെയൊക്കെ ആണെങ്കിൽ തന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2 വീലറാണ് എടുക്കണമെങ്കിൽ ഞങ്ങൾ 2 വീലറിന് പോയിട്ട് അമ്മ ബസ്സിന് വരേണ്ടി വരും, അച്ഛൻ ബസ്സിന് വരേണ്ടി വരും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. പക്ഷെ ഇനി നമുക്കതില്ല. നമുക്ക് എവിടെ പോയാലും അവരെ വൈകിട്ട് പോവുക, അല്ലെങ്കിൽ അവരെ നമ്മുടെ കൂടെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഈ നാളത്തെ കാര്യം എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങൾ. പിന്നെ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളും തലേ ദിവസത്തെ, അതിപ്പോൾ എന്ത് ഫങ്ഷൻ ഉണ്ടായാലും ഞാൻ അങ്ങനെയാണ്. തലേ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ നെയിൽസ് സെറ്റ് ചെയ്യും, നെയിൽ പോളിഷ് കാര്യങ്ങൾ, അങ്ങനെ ഫേസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടേ ഉള്ള ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ വണ്ടിയുടെയും കൂടി ആയപ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു സമാധാനമുണ്ട്. നാളെ എങ്ങനെ പോകും എന്ന് ചിന്തിക്കണ്ട. അങ്ങനെ ഭയങ്കര എനിക്കതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. സത്യമായിട്ടും ഇങ്ങനെ ഭയങ്കര സന്തോഷമാണോ, അതാണ് എനിക്ക്. പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഉണ്ണിയിലാണ് ഇങ്ങനെ ഇടയ്ക്കിരുന്ന് പറയാം, ഉണ്ണി ഈ പരിപാടിക്ക് നല്ലപോലെ പോകാൻ പറ്റും. ബസ്സിൽ കയറണ്ട, അല്ലെങ്കിൽ ആരെയും ആശ്രയിക്കണ്ട, ആരുടെയും വണ്ടി വിളിച്ച് ചോദിക്കണ്ട, ഇങ്ങനെ പോകണ്ട, നനയൂല, വെയിൽ കൊള്ളൂല. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഞാൻ ഉണ്ണിയെടുത്ത് എപ്പോഴും അത് പറയും. ഈ പരിപാടി നമ്മൾ അറിഞ്ഞേ പിന്നെ നമ്മളതങ്ങനെ പറയുമായിരുന്നു. കാര്യം ഇനിയാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എതിർന്ന ഒരു കാര്യമാണെന്ന് തന്നെ പറയാം. കാര്യം അവനെയും കൊണ്ടൊരാവശ്യത്തിന് പോയാൽ, അവനോ അവളോ ഒരാവശ്യത്തിന് പോകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇനി ഉണ്ടാകത്തില്ല എന്ന് ഒരു ഇതുള്ളത് കൊണ്ടാണ്. എനിക്കതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണമെന്ന് എനിക്കറിയില്ല. എനിക്കതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നേ അറിയില്ല. ഞാൻ ഭയങ്കര സന്തോഷത്തിൽ കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ നാളെ ഇനി പോണ വീഡിയോസും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കാം. ഞാൻ മറ്റേ സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത്, തംബ്ലൈനൊക്കെ ദിസ് ടു ദിസ് എന്നുള്ള രീതിയിൽ മനസ്സിലായ, പെട്ടി ഓട്ടോയിൽ നിന്നും കാറിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഭയങ്കര സന്തോഷം. നമുക്ക് പോയി വരാം. ആരെയും അല്ലെങ്കിൽ ഇത്ര സമയത്ത് കൊണ്ടുവന്നോടാ വണ്ടി ആരും പറയൂല നമ്മുടെ അടുത്ത്. എടാ ഇത്ര സമയത്ത് തന്നെ, എനിക്ക് ഇന്ന സമയത്ത് ഇവിടെ പോകാനുള്ള, അതുകൊണ്ട് ഇത്ര സമയത്ത് തന്നെ എടാ പെട്രോൾ അടിക്കണം കേട്ടാടാ, അല്ലെങ്കിൽ ഇത്ര പെട്രോൾ അടിച്ചാലേ തരുവുള്ളൂ, അല്ലെ അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. ഇപ്പം തന്നെ നമ്മൾ ആ വണ്ടി എടുത്ത് പിന്നെ മാക്സിമം നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യാനുള്ളത് അങ്ങനെ തന്നെ പറയാം. എനിക്ക് അല്ല കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്ന് തന്നെ ഞാൻ പറയും. കാര്യം ഒന്നിനും ഒരു ബുദ്ധിമുട്ട് ഇപ്പം എനിക്ക് ഇതുവരെയായിട്ടും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ആ സമയത്താണെങ്കിൽ പോലും പെട്ടോട്ടേക്കൊന്നും പോകാനായിട്ട് ഒരു മടിയില്ലാത്തൊരു മനുഷ്യൻ എന്നെ അമ്മേനെ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഞാനും അമ്മയും കൂടി ഉള്ളത് കൊണ്ടിട്ടാണ് ആ കല്യാണ സമയത്ത് അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് എങ്ങനെ പെട്ടോട്ടേക്ക് പോവുക, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ആ മനുഷ്യൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കറിയാമായിരുന്നു. പിന്നെ എനിക്ക് വഴക്കൂടി അതൊന്നും അല്ല ഉദ്ദേശിക്കണേ, പക്ഷേ നല്ല വഴക്കൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ എനിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാമായിരുന്നു ഇയാളെ കെട്ടിയ സമയത്ത്. അപ്പോൾ അതൊക്കെയാണ് കാര്യം. അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്തേ പിന്നെ ലൈഫ് നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. കാര്യം അപ്പോൾ പുറത്ത് പോകും, കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ ഡ്രസ്സ് എടുക്കലും അതും അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് കുറേ പേര് ഇപ്പോൾ കുശുമ്പ് കൊണ്ടാണെങ്കിലും, അപ്പോൾ നമുക്കതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ്. കുശുമ്പ് കൊണ്ട് പറയുകയാണെങ്കിലും ഒക്കെ നമ്മളതൊക്കെ അറിയുമ്പോൾ. കാര്യം അങ്ങനെയാണ് എന്നെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അത് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിന് മാത്രമേ എനിക്ക് സന്തോഷമുണ്ട്. അപ്പം അതാണ് കാര്യം. അപ്പം ഞാൻ ഇനി ഹെയറൊക്കെ ഒന്ന് കോംബ് ചെയ്ത് മറ്റേ സംഭവം ഇതിവിടെ കെട്ടിയൊക്കെ വെക്കണം ഇനി. കാര്യം ഇത്രയും മെസ്സി ആയിട്ടൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഭയങ്കര പഫി ആയിട്ടൊക്കെ ഇരിക്കുമായിരിക്കും ഹെയർ. അപ്പം ഇനി ഇവിടെയൊക്കെ കെട്ടി വെച്ച് നാളെ നെയിൽ എക്സ്റ്റൻഷനൊക്കെ വെക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നെയിൽസ് ഉണ്ട്, എന്നാലും അങ്ങനെ പ്രഗ്നൻ്റ് ആയതുകൊണ്ടെന്നല്ല, ഞാൻ വളർത്താറുമില്ല, എൻ്റെ കയ്യിൽ വളരത്തുമില്ല. ഇതിങ്ങനെ കടിച്ച് കളയാം. അപ്പോൾ ഇനി ഞാൻ ഷീറ്റ് മാസ്ക് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് വേണം ഇനി ഷീറ്റ് മാസ്ക് ഒക്കെ വെച്ച് ഒന്ന് കിടന്നുറങ്ങി നാളെ രാവിലെ എഴുന്നേറ്റ് റെഡിയായി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷത്തിലുള്ള കാര്യം.
നമ്മൾ അവരുടെ മുമ്പിൽ പോയിരുന്നത് ഒരു പെട്ടി ഓട്ടോയ്ക്കാണ് നമ്മൾ അത്രയും ബുദ്ധിമുട്ടോടെ പോയിരുന്നത്. പക്ഷേ ഇനി നമുക്ക് അവരുടെ അടുത്തൊന്നല്ല, കസിൻസിൻ്റെ അടുത്ത് പോണതിൻ്റെ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. നമുക്കിനി എവിടെ പോണേലും ഒരു വണ്ടി ഉണ്ടല്ലോ, ആ ഒരു കാര്യമാണ്. അത് ഞാൻ ഇതിപ്പോൾ ഈ വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ണി എന്നെ ചീത്ത പറയും, നീ എന്താക്കി പറയണത്, നീ എന്താ ക്രിഞ്ചാ പറയണത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ശരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. പിന്നെ ഞാനിടയ്ക്ക് പറയാറുണ്ട്, എൻ്റെ യൂട്യൂബാണ്, എൻ്റെ യൂട്യൂബ് ചാനലാണ്, എൻ്റെ ഫോണാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഫോൺ ഉണ്ണി എടുത്ത് തന്നെയാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ ഉണ്ണി എടുത്ത് പറയും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ എന്ത് വീഡിയോ ഇടണമെങ്കിൽ എനിക്ക് നിങ്ങളോട് ആരോടും ചോദിക്കേണ്ട നല്ല കാര്യം, നിങ്ങളുടെ ആരുടെയും ഹെൽപ്പോ ഒന്നും കൊണ്ടല്ല ഞാൻ ഇതിനകത്ത് വീഡിയോ ഇടുന്നതെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതാണ്, കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അനുസരിക്കും. എനിക്കാണെങ്കിൽ കുറേ നിയമങ്ങൾ കണ്ടിട്ടുണ്ട്. ഉണ്ണീൻ്റെ മുഖം കാണിക്കരുത്, ഉണ്ണീൻ്റെ അത് കാണിക്കരുത്, ഉണ്ണി നേരം പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാം ഒന്നും ഞാൻ പാലിക്കൂലെങ്കിലും ചിലതൊക്കെ ഞാൻ പാലിക്കും. കാര്യം ഇയാൾ കുറേ എങ്ങനെയാണെന്നറിയോ, ചീത്തയൊന്നും പറയില്ല, പക്ഷെ ഇങ്ങനെ എന്താടി ഇതൊരു അങ്ങനെ ഇടല്ലടി അങ്ങനെയൊക്കെ ഇങ്ങനെ കുറേ ഒരു 100 വട്ടമായിരുന്നു പറയാം. അപ്പോൾ എനിക്ക് പൊളിയുമ്പോൾ ഞങ്ങൾ ഡിലീറ്റ് ആയിക്കളി. അപ്പോൾ പിന്നെ ഞാൻ തൊട്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കാര്യം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വീഡിയോസ് ഞാൻ ഡിലീറ്റ് ആക്കിയപ്പോഴേക്കും ചാനലൊന്ന് ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് പൊടി തട്ടി എടുക്കാനായിട്ട് ഞാൻ കുറേ പാടുപെട്ടായിരുന്നു, വ്യൂസ് ഒന്നും കയറാണ്ടായിട്ട്. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഞാൻ ഇനി പോയിട്ട് നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ചെയ്തിട്ട് സീ യു.